പടം ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു അലമ്പ് പടം. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഡ്യൂറേഷനുള്ള ഒരു സിനിമയാണ്. എന്തെങ്കിലും ഇന്റൻസ് ആയിട്ട് പൃഥ്വിരാജിന്റെ എന്തെങ്കിലും സീൻ കാണിക്കുന്നത് പെട്ടെന്ന് ഒറ്റ കട്ട അവന്റെ പറവ തിരുവത്ത് ഫ്ലാറ്റിൽ തുണി മടക്കി വെക്കുന്നു. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഇത്രയും റിപ്പീറ്റീവ് സീൻസും അതുപോലെ തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി പടം തുടങ്ങി 1.25 മണിക്കൂറായിട്ടും നത്തിങ് ഹാപ്പൻ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ബാങ്ക് റോബറി ആണ്. ഇതിൽ പൃഥ്വിരാജ് ഞെട്ടിപ്പോയ എന്തോ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. എനിക്ക് തോന്നുന്നു കാറ് മറയുന്നതായിരിക്കും. മറയുന്നൊക്കെ ഇപ്പൊ എത്ര കാലമായി കാറ് മറയെന്ന് തുടങ്ങിയിട്ട് സീരിയൽസിൽ വരെ ഇപ്പൊ കാറ് മറയുന്നുണ്ട്. മറ്റേ ഞെട്ടിക്കൽ ബിരിയാണിയുടെ ആൾ പുറകിൽ ഒന്ന് ഞെട്ടിച്ചായിരിക്കും. ഇല്ലാണ്ട് അതിൽ ഞെട്ടേണ്ട കാര്യം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് സീന് കണ്ടു തോന്നിയിട്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമ അവസാനമായപ്പോഴേക്കും ഇറങ്ങി പോകാൻ തോന്നി. ലിറ്ററലി സീരിയസ്ലി അത് തീരുന്നില്ല. അതാ ഞാൻ പറഞ്ഞു നടുക്കടലിൽ നിന്ന് ഞാൻ പറയാൻ കാരണം എന്താ, നടുക്കടലിൽ പെട്ട അവസ്ഥയായി പോയി. എന്താ എന്റെ ഉദ്ദേശം? നീന്തിയിട്ട് കരക്കെത്തുന്നില്ല. പിന്നെ പാർവതി തിരുവത്ത് അറിയാലോ, ഹൈ ക്ലാസ് സൂപ്പർ ക്ലാസ്. ഹാപ്പിയേട്ടാ എന്റെ അപ്പിയേട്ടാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പിന്നെ അതുപോലെ അങ്ങനെ ഒരു കാര്യമില്ലാണ്ട് കുറെ സീൻസ്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അടി കൂടും. പൃഥ്വിരാജിന്റെ ക്യാരക്ടർ രാജീവൻ. ഈ രാജീവൻ എന്ന് പറയുന്ന പേരെ ഞാൻ വെറുത്തുപോയി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒരു 150, 200, 300 തവണയെങ്കിലും ആ രാജീവൻ എന്ന് പറയുന്നുണ്ടാവും. കൊത്ത രാജുവിലെ രാജീവൻ രാജീവേ വരുന്നവനും പോയവരൊക്കെ രാജീവൻ എന്ന് വിളിച്ചോണ്ടിരിക്കുക. നിർത്തി അവമാനിക്കുവാണെന്ന്. ഓക്കെ, ഭാര്യ രാജീവൻ എന്ന് വിളിച്ചോട്ടെ. ഇത് പോലീസുകാർ, കേരള പോലീസ് മൊത്തം രാജീവേ. മുഖ്യമന്ത്രിയും വിളിക്കുന്ന രാജീവൻ, പിന്നെ ഗുണ്ടകളും കള്ളന്മാരും എല്ലാം വിളിക്കുന്ന രാജീവൻ. ഇത് തന്നെ രാജീവേ. ഇത് എന്ത് രാജീവനാത്? അല്ലാത്തൊരു രാജീവൻ തന്നെ. നീ ആരാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. എന്തൊരു ഡ്യൂറേഷൻ ഈ സിനിമയ്ക്ക്. ഇത് ഇറങ്ങി പോകാൻ തോന്നുക. അതുപോലെ കേരള പോലീസിനെ ഇത്രയും മൊണ്ണകളായിട്ട് കാണിച്ചുള്ള ഒരു സിനിമ. എന്നിട്ട് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസിംഗിലൊന്ന് കേരള പോലീസ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഐറിഷൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന. അപ്പോഴാണ് ഇവർ ഇത്രയും മണ്ടന്മാരായിട്ട് എഴുതി വെച്ചേക്കുന്നത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അതാണ് അവസ്ഥ. അപ്പം രാജീവൻ, നമ്മുടെ ഒരേ ഒരു രാജീവന്റെ